അങ്ങനെ RCB IPL 2025 അടിച്ചിരിക്കുകയാണ്. കിങ് കോഹ്ലി കപ്പടിച്ചിരിക്കുകയാണ്. എൻ്റെയൊക്കെ ചൈൽഡ്ഹുഡ് മുതലേ ഏറ്റവും കൂടുതൽ കളിയാക്കലുകൾ നേരിട്ടിരുന്ന ഒരു ക്ലബ് തന്നെയായിരുന്നു RCB എന്ന് പറയുന്നത്. കൂടാതെ ഏതാണ്ട് 3 പ്രാവശ്യത്തോളം ഫൈനൽ വരെയൊക്കെ എത്തിയിട്ട് പരാജയപ്പെട്ടു പോയേണ്ട നിമിഷങ്ങൾ RCBക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും നോ മാറ്റർ ഹൗ മച്ച് ഹെയ്റ്റ് ഹി ഗോട്ട്, വിരാട് കോഹ്ലി എന്ന് പറയുന്ന മനുഷ്യൻ ഹി ഷോഡ് അപ്പ് എവറി സിംഗിൾ ടൈം ലീഡിങ് ഹിസ് ടീം, supporting his team, fighting for his dream. And today, Virat Kohli has won his battle. Congrats to one of the best sportsmen on the planet. There's actually a lot to learn from this. ലൈഫിൽ ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി ടൈം എടുത്താലും ചിലപ്പോൾ ഇച്ചിരി അധികം ടൈം എടുത്താലും നമ്മൾ നിർത്താതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിനുവേണ്ടി പോരാടുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ടൈം എടുത്തിട്ടായിട്ടാണെങ്കിലും അത് നമ്മളെ തേടിയെത്തും എന്നുള്ളതാണ്. വിരാട് കോഹ്ലി അതിനൊരു എക്സാമ്പിളാണ്. RCB അതിനൊരു എക്സാമ്പിളാണ്. ചിലപ്പോൾ നിങ്ങളുടെ പരിശ്രമങ്ങൾ കാണുമ്പോൾ പലരും നിങ്ങളെ കളിയാക്കിയെന്നിരിക്കാം. ബട്ട് യു ഹാവ് സംതിങ് ദാറ്റ് ദേ നെവർ ഹാവ്: കൺസിസ്റ്റൻസി, കമ്മിറ്റ്മെന്റ്. With that, you're gonna conquer the world. And the ones who doubted you, they're gonna keep coming to you and ask you how you did it. മറ്റൊരു ആംഗിളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, what's better feeling than that?